സുഹൃത്തുക്കളെ നമസ്കാരം. ഇന്ന് ഞാൻ തയ്യാറാക്കാൻ പോകുന്നത് ചിലർക്കൊക്കെ ഭയങ്കര ഇഷ്ടമുള്ള ഒരു ഡിഷാണ്. ചിലർക്കൊക്കെ വലിയ താല്പര്യമില്ല, പക്ഷേ എനിക്കിഷ്ടമാണ്. കുറേ നാളായിട്ട് ഞാൻ ആഗ്രഹിക്കുന്നതായിരുന്നു ഈ ഒരു കറി, ഒരു ഫ്രൈ ഉണ്ടാക്കി നോക്കണമെന്ന്. അങ്ങനെ ഞാൻ ഈ ഇടയ്ക്ക് ഒരു 1/2 കിലോ ലിവർ വാങ്ങിച്ചു. അത് ഫ്രൈ ചെയ്യാൻ പോവുകയാണ്. പെട്ടെന്ന് ഒരു 10 മിനിറ്റ് കൊണ്ട് നമുക്ക് തയ്യാറാക്കി എടുക്കാവുന്ന ഒരു ഫ്രൈ ആണ് ഞാൻ ചെയ്യുന്നത്. നല്ല ടേസ്റ്റാണ്. നമുക്ക് വീഡിയോയിലോട്ട് പോകാം. കുക്കറെടുത്ത് അതിനകത്തോട്ട് നമ്മുടെ ലിവർ ഇട്ട് കൊടുക്കുകയാണ്. ഞാൻ 1/2 കിലോ ലിവറാണ് വാങ്ങിച്ചിരിക്കുന്നത്. പൊടിയും മുളക് പൊടി, പേരിന് മാത്രം മല്ലിപ്പൊടി, സ്വല്പം കുരുമുളക്. ഇനി നമുക്ക് പേരിന് ഗരം മസാലയും കൂടെ ഇട്ടേക്കാം. ഇനി ഉപ്പും ചേർക്കണം. ഒരു വിസിലടിച്ചാൽ മതി, അപ്പോഴത്തേനും ഇത് വെന്ത് കഴിയും. ഇപ്പം ചെറിയതായിട്ട് എല്ലാം ചേർത്താണ് ഇപ്പം വെച്ചിരിക്കുന്നത്. ഇതല്ലാതെ നമ്മൾ വേറെ കുറേ എടുത്ത് വെച്ചിട്ടുണ്ട് സാധനങ്ങൾ. അതെല്ലാം കൂടെ നമുക്ക് അരച്ച് അപ്പോഴത്തേന് റെഡിയാക്കി വെക്കാം. ഒരു 15 ചെറിയ ഉള്ളി ഇട്ട് കൊടുക്കാം. 3 വെളുത്തുള്ളി, ഒരു 1.5 കഷ്ണം ഇഞ്ചി ചെറിയ, പിന്നെ 2 പച്ചമുളക്, കുരുമുളക്, പെരുംജീരകം. അതിനകത്തിട്ടത് പിന്നെ നമുക്ക് കുറച്ചും കൂടെ ഇതും കൂടെ ഇട്ട് നല്ലപോലെ അരച്ചെടുക്കണം. ഇത് 1 സ്പൂണ്. പോലെ ചതഞ്ഞ ഒരു പരുവമാണ് ഇങ്ങനെ ചതച്ചെടുത്തത്. ഒരു ചീനിച്ചട്ടി വെച്ചു, അതിനകത്തോട്ട് സ്വല്പം എണ്ണ ഒഴിക്കാം. അപ്പോൾ കുക്കറിന് 2 വിസിലടിച്ച് കഴിഞ്ഞ് ഞാൻ അത് നിർത്തി വെച്ചിരിക്കുകയാണ്. അത് നല്ലപോലെ വെന്ത് കാണും, എനിക്കറിയാം. നമുക്ക് ഇച്ചിരി ഉള്ളി ഇട്ട് കൊടുക്കാം. അടുത്ത് വഴറ്റാൻ വേണ്ടിയിട്ടുള്ള പരിപാടി തുടങ്ങുവാണ്. നമ്മുടെ മസാല അരച്ചത് ഇവിടെ ഇരിക്കുവാണ്. ഇതൊന്ന് മൂക്കട്ടെ, ഇപ്പോഴത്തേനും മസാല ഇടാം. വേപ്പിലയും സവാളയും എല്ലാം കൂടെ ഒന്ന് മൂക്കട്ടെ. മൂത്തിട്ടുണ്ട്. അതിനകത്തോട്ട് നമുക്ക് ഈ അരപ്പുകളെല്ലാം അങ്ങോട്ട് ചേർക്കാം. ഇതിന് ബ്ലെൻഡർ ചെയ്ത് വെച്ചിരിക്കുന്നത്. ഇത് നല്ലപോലെ കിടന്ന് മൂക്കട്ടെ. മൂക്കുന്നതിനകത്തോട്ട് നമുക്ക് നമ്മുടെ പോത്തിൻ്റെ ലിവർ അങ്ങോട്ട് ഇട്ട് കൊടുക്കണം. ഇവിടെ ഞാൻ മാത്രമേ ഇതൊക്കെ കഴിക്കത്തുള്ളൂ. കൊളസ്ട്രോൾ ഉള്ളവരൊക്കെ ഇതൊന്ന് സൂക്ഷിച്ച് വേണം കഴിക്കാൻ. ലിവറെല്ലാം നല്ലപോലെ വെന്തു. അതങ്ങോട്ട് ഇടുവാണേ. ഈ ലിവറിനൊക്കെ ഫ്രൈ ചെയ്യുമ്പം മുന്നിട്ട് നിൽക്കേണ്ടത് കുരുമുളകാണ്. സ്വല്പം കുരുമുളകും കൂടെ അങ്ങോട്ട് ചേർക്കണം. കുരുമുളക് ചേർക്കണം. ലാസ്റ്റ് നമ്മൾ ഇവിടെ പൊടിച്ച് വെച്ചതാണേ. സ്വല്പം ഗരം മസാല, അതുപോലെ പെരുംജീരകം, പിന്നെ സ്വല്പം കുരുമുളകും കൂടെ ഇട്ടിട്ട് ഇട്ടൊന്ന് ഇളക്കി കൊടുത്താൽ അവൻ അവിടെ ഇരുന്ന് വെന്തോളും. അടച്ചു വെക്കാൻ പോവുകയാണ്. ഈ ഒരു ഇങ്ങനെ മതി. നമുക്ക് പിരളനായിട്ടെടുക്കാം. ഇനി നമുക്കൊരു 5 മിനിറ്റ് നമ്മുടെ ഇതിൻ്റെ എല്ലാം മണം ഇങ്ങോട്ട് വരുന്നുണ്ട്. 5 മിനിറ്റ് ഇതിവിടെ ഇരുന്ന് വേകട്ടെ. വെന്ത് കഴിയുമ്പോഴത്തേന് നല്ലപോലെ ഉണങ്ങി കിട്ടും. നല്ല സൂപ്പറായിരിക്കും. ഇതാണ് നമ്മുടെ ലിവറിൻ്റെ കറക്റ്റ് പരുവം. എല്ലാം മസാലകളെല്ലാം പിടിച്ച്, നല്ല ഉപ്പും മസാലകളെല്ലാം പിടിച്ച് നല്ല ഇതാണ് പരുവം. അപ്പം നമുക്കിതൊന്ന് കോരി എടുക്കാം.
നല്ല മൊരിഞ്ഞ മണം വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ ലിവർ ഫ്രൈ ഒക്കെ നല്ല സൂപ്പർ കിടുക്കാച്ചിയായിരിക്കുകയാണ് കേട്ടോ. ഇത് കാണുമ്പോൾ തന്നെ ഇതാണ്. ഞാനൊന്ന് ചെറുതായിട്ടൊന്ന് ടേസ്റ്റ് ചെയ്തായിരുന്നു കേട്ടോ. നല്ല കിടിലനായിരിക്കുന്നു. കൊള്ളാം, ഒന്നാം തരമായിരിക്കുന്നു. കുറച്ചേ മേടിച്ചല്ലോ എന്നുള്ളൊരു സങ്കടമുണ്ട് കേട്ടോ. ഒരു കിലോയൊക്കെ മേടിക്കേണ്ടതായിരുന്നു. അപ്പോൾ നിങ്ങൾക്കെല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങളൊന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ഫോളോ ചെയ്യാതെ കാണുന്നവരൊന്നും ഫോളോ ചെയ്യുക. ഞാൻ എല്ലാ ആഴ്ചയിലും എല്ലാ ദിവസവും വീഡിയോ ഇടാൻ ശ്രമിക്കുന്നുണ്ട്. പിന്നെ ആരോഗ്യ പ്രശ്നങ്ങളുള്ളതുകൊണ്ട് ചിലപ്പോഴൊക്കെ ഇടാൻ പറ്റാതെ വരുന്നുണ്ട്. എന്നാലും ഞാൻ മാക്സിമം വീഡിയോകൾ ചെയ്യുന്നു. അത് നിങ്ങളുടെ ആ ഒരു നിങ്ങളുടെ ആ കമൻറ്റും നിങ്ങളുടെ സപ്പോർട്ടും എല്ലാം വായിക്കുമ്പോഴേ ഒരു സന്തോഷമുണ്ട് കേട്ടോ. അപ്പം പിന്നെ ഇനി മുമ്പോട്ടും ഇങ്ങനെ തന്നെ ആയിരിക്കണം. അപ്പം ഞാൻ കഴിയുന്നതും എന്നും വീഡിയോ ഇടാൻ നോക്കുന്നുണ്ട്. അപ്പം നിങ്ങൾ എൻ്റെ വീഡിയോസൊക്കെ കണ്ട് ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ഫോളോ ചെയ്യുക. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.